ഒരു ഷോപ്പിംഗ് മാൾ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ശ്രദ്ധിക്കേണ്ടത്, അഥവാ ഷോപ്പിംഗ് മാൾ സക്സസ്ഫുള്ളായി റൺ ചെയ്യാൻ ഒരു ആർക്കിടെക്റ്റ് എന്ന രീതിയിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? നമ്മളെല്ലാം ഷോപ്പിംഗ് മാളുകളിലേക്ക് പോകാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. ഒരു ഷോപ്പിംഗ് മാളിലേക്ക് നമ്മളെ എന്തൊക്കെ ഘടകങ്ങളാണ് ആകർഷിക്കുന്നത്? ആ ഷോപ്പിംഗ് മാളിലേക്ക് നമ്മൾ പോകുന്നത് തൊട്ട്, അതിലേക്ക് കയറുന്ന വഴി തൊട്ട്, അതിലെ കാർ പാർക്കിംഗ് വരെ നമ്മളെ സ്വാധീനിക്കും. എന്നാൽ ഒരു ഷോപ്പിംഗ് മാൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലിഫ്റ്റ്സ് അല്ലെങ്കിൽ എസ്കലേറ്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റെയർ, അതിൻ്റെ പ്ലേസ്മെൻ്റ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. മറ്റു ഘടകങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിലെ ഏട്രിയം സ്പേസ് ആണ്. ഒരു മൾട്ടി ഫങ്ഷണൽ മൾട്ടി സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഒരു ഏട്രിയം സ്പേസ് ആണ് ഒരു ഷോപ്പിംഗ് മാളിലെ ഏറ്റവും ആകർഷണീയമായ ഒരു ഘടകം. അതിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ മാളിലേക്ക് നമ്മളെ നയിക്കുന്ന ആ ഷോപ്പിംഗ് മാളിലെ ഷോപ്പുകളുടെ മിക്സാണ്. അതായത് ഹൈപ്പർ മാർക്കറ്റ്സ്, അവിടെയുള്ള മറ്റു ചെറിയ വനില ഷോപ്സ്, പിന്നെയുള്ളത് ഫുഡ് കോർട്ട്, സിനിമ, ഇതിൻ്റെയൊക്കെ പ്ലേസ്മെൻറ്റ് എവിടെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഒരു ഷോപ്പിംഗ് മാൾ പ്രവർത്തിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഫോർമാറ്റാണ് ഡെസ്റ്റിനേഷൻ മാൾ ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരു കമ്മ്യൂണിറ്റി മാൾ. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു മാൾ വളരെ സക്സസ്ഫുള്ളായി പ്രവർത്തിക്കും. അവിടെ വരുന്ന ആൾക്കാരുടെ ഫ്ലോ, ആൾക്കാരുടെ ഏജ് ഗ്രൂപ്പ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ഘടകങ്ങളാണ്. ചില ഷോപ്പിംഗ് മാളുകൾ വീക്കെൻഡ് മാൾസായി മാത്രം ഒതുങ്ങുന്നതും ഈ ഡിസൈൻ്റെ പോരായ്മ കാരണമാണ്. അവിടെ ഡിസൈൻ ചെയ്യുന്നതും പ്ലേസ് ചെയ്യുന്നതുമായ ഡിഫറെൻറ്റ് ഷോപ്സ് അഥവാ ഡിഫറെൻറ്റ് ആങ്കർ ഷോപ്സിൻ്റെ ലൊക്കേഷനും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ ഡിസൈൻ വളരെ വലിയൊരു ഫാക്ടറാണ്.